ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് നെല്ലിശ്ശേരിയാണ്. അമ്പിളി കൊണ്ടു കൊടുത്ത പപ്പായ ജ്യൂസിൽ എന്തൊക്കെയോ കലർത്തി അതുകൊണ്ട് നേരെ ആതിരയുടെ മുറിയിലേക്ക് ചെല്ലുകയാണ് അനഘ. അനഘയെ കണ്ടിട്ടും ആതിര നോക്കുന്ന പോലുമില്ല. തുടർന്ന് അനഘ ചെന്ന് പറയുകയാണ്, നമ്മൾ എപ്പോൾ കണ്ടുമുട്ടിയാലും ഒരു വഴക്കിലേ അതെല്ലാം അവസാനിക്കാറുണ്ടായിരുന്നുള്ളൂ. പിന്നെ സന്ദീപിന്റെ കാര്യവും എല്ലാ സ്ഥലത്തും തോറ്റുപോയത് ഞാൻ തന്നെയാണ്. അനഘെ, ഞാൻ ഒരിക്കലും നിന്നെ തോൽപ്പിക്കാനൊന്നും ശ്രമിച്ചിട്ടില്ല. ഞങ്ങൾ ഒരിക്കലും പിരിയില്ലെന്നുള്ള ഞങ്ങളുടെ തീരുമാനം കാരണമാ അങ്ങനെയൊക്കെ സംഭവിച്ചത്. ശരി, ഇനി അതൊന്നും ഞാൻ പറയുന്നില്ല. ആ പരാജയങ്ങളെല്ലാം ഉൾക്കൊണ്ട് തന്നെ നമ്മൾ തമ്മിൽ ഒരു സൗഹൃദം ഉണ്ടാക്കാൻ വേണ്ടിയാ ഞാൻ വന്നത്. എനിക്കൊരിക്കലും ആതിരയെ ജയിക്കാൻ പറ്റിയിട്ടില്ല. ഇനിയൊരു മത്സരത്തിന്റെ ആവശ്യവും വേണ്ട. നമ്മൾ രണ്ടുപേരും എന്തിനു വേണ്ടിയാണോ മത്സരിച്ചത് അതിപ്പോ ആതിരയ്ക്ക് സ്വന്തമാണ്. ഇനിയും ഞാൻ മത്സരബുദ്ധിയോടെ നിന്നോട് സംസാരിക്കുന്നതും പെരുമാറുന്നതുമൊക്കെ എൻ്റെ വ്യക്തിത്വത്തിന് ചേരുന്നതല്ല. ഇന്നലെ മുതൽ ഞാനത് ആലോചിക്കുകയായിരുന്നു. ചേച്ചിയോടും ഞാൻ ഈ കാര്യത്തെപ്പറ്റി പറഞ്ഞിരുന്നു. അപ്പോൾ എന്താണെങ്കിലും നിന്നോട് വന്ന് മാപ്പ് പറയാം എന്ന് കരുതിയാ ഞാൻ വന്നത്. ഇത് കേൾക്കുന്ന ആതിര പറയുകയാണ്, അനഘ എന്നോട് മാപ്പൊന്നും പറയണ്ട. ചില കൈവിട്ടു പോയ നേരത്തില് ഞാനും നിന്നോട് തെറ്റായൊക്കെ പെരുമാറിയിട്ടുണ്ട്. എന്താണെങ്കിലും തെറ്റ് പറ്റിയാൽ അത് തിരുത്തുക തന്നെ വേണം. ഇന്ന് തെറ്റുതിരുത്തലാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അനഘ ആ ജ്യൂസ് എടുത്ത് ആതിരയ്ക്ക് നൽകുകയാണ്. ചെയ്ത തെറ്റുകളുടെ പശ്ചാത്താപത്തെക്കുറിച്ച് ഞാൻ എൻ്റെ ചേച്ചിയോട് പറഞ്ഞപ്പോൾ ചേച്ചി പറഞ്ഞത് നിനക്കൊരു ജ്യൂസ് ഉണ്ടാക്കി കൊടുത്ത് പ്രശ്നങ്ങളെല്ലാം അവസാനിപ്പിക്കാനാണ്. അതുകൊണ്ട് അനഘയ്ക്ക് ആതിരയോടുള്ള പിണക്കത്തിനെല്ലാം അവസാനം ഇന്നാണ്. ഇനി എന്നോട് ആതിരയ്ക്ക് അല്പമെങ്കിലും ദേഷ്യമുണ്ടെങ്കിൽ ഇത് വാങ്ങണ്ട. എന്നെപ്പോലെ എല്ലാം മറക്കാൻ തയ്യാറാണെങ്കിൽ ഇത് വാങ്ങാമെന്നും അനഘ പറയുമ്പോൾ അനഘയുടെ കയ്യിൽ നിന്നും സന്തോഷത്തോടെ ആ ജ്യൂസ് വാങ്ങുകയാണ് ആതിര. പിന്നെ സന്ദീപിന്റെ കുഞ്ഞിന് ഒരു കുഴപ്പവും വരാതെ പ്രസവിച്ചിങ്ങ് തന്നേക്കണം. ഞാൻ നോക്കിക്കോളാം, ഒരു കുറവും വരുത്താതെ. എന്നാലേ ഞാൻ താഴേക്ക് ചെല്ലട്ടെ, ഈ സന്തോഷ വാർത്ത ചേച്ചി അറിയിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അനഘ അവിടെ നിന്ന് പോകുമ്പോൾ ആതിര സന്തോഷത്തോടെ ആ ജ്യൂസിലേക്ക് നോക്കുന്നു. പിന്നീട് കാണിക്കുന്നത് മുറിയിലിരിക്കുന്ന അനഘയാണ്. താൻ ചെയ്ത കാര്യത്തെക്കുറിച്ചോർത്ത് സന്തോഷത്തോടെ ഇരിക്കുന്ന അനഘയെ കണ്ടുകൊണ്ട് അവന്തിക അങ്ങോട്ടേക്ക് വരികയാണ്. എന്താ, വലിയ സന്തോഷത്തിലാണല്ലോ? അതേലോ, ഞാൻ ഇന്ന് വലിയ സന്തോഷത്തിലാ. വലിയൊരു കാര്യം ചെയ്തിട്ടാ ഞാൻ വന്നിരിക്കുന്നത്. എന്ത് കാര്യമെന്ന് അവന്തിക ചോദിക്കുമ്പോൾ അനഘ പറയുകയാണ്, നെല്ലിശ്ശേരിയിലെ ഒരു ജീവൻ എടുക്കുന്ന വലിയ കാര്യം. ഇത് കേൾക്കുന്ന അവന്തിക സംശയത്തോടെ നോക്കുമ്പോൾ അനഘ പറയുകയാണ്, ചേച്ചിയുടെ കൊലപാതകത്തിന്റെ പരമ്പരയുണ്ടല്ലോ ഞാൻ തുടങ്ങി വെച്ചിട്ടുണ്ട്. അതിരുടെ വയറ്റിൽ വളരുന്ന കുഞ്ഞിനെ നശിപ്പിക്കാനുള്ള എല്ലാം ചെയ്തിട്ടാ ഞാൻ ഇവിടെ വന്ന് നിൽക്കുന്നത്. നീ അതിന് എന്താ ചെയ്തതെന്ന് അവന്തിക ചോദിക്കുമ്പോൾ അനഘ പറയുകയാണ്, നല്ലൊരു പപ്പായ ജ്യൂസ് അവ കടിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നാലേ നീ ഇനി അധികം സന്തോഷിക്കുകയൊന്നും വേണ്ട. പപ്പായ ജ്യൂസൊക്കെ കുടിച്ചാലേ ആഘോഷനാകാൻ ചെറിയൊരു സാധ്യത മാത്രമേ ഉള്ളൂ. നിനക്കാരാ ഈ മണ്ടത്തരം പറഞ്ഞു തന്നതെന്ന് അവന്തിക ചോദിക്കുമ്പോൾ ഞാൻ ഇന്റർനെറ്റിൽ കണ്ടതാണെന്ന് അനഘ പറയുന്നു. എന്റെ ചേച്ചി വെറും ഒരു പപ്പായ ജ്യൂസ് അല്ല ഞാൻ അവൾക്ക് കൊടുത്തത്. അതിന്റെ അകത്തെ ഞാൻ മറ്റൊരു സാധനം കൂടി ചേർത്തിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് താൻ ഗുളിക ചേർത്ത കാര്യമെല്ലാം അവന്തികയോട് അനഘ പറയുന്നു. അങ്ങനെയാണെങ്കിൽ നിന്റെ പ്ലാൻ വർക്കൗട്ട് ആകാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. അല്ല, നീ കൊണ്ടു കൊടുത്താൽ ജ്യൂസ് അവൾ കുടിക്കുമോ? ഇനി എന്തെങ്കിലും സംശയം തോന്നിയാലോ? അതിന് ഈ ഭാവത്തിലല്ലല്ലോ ഞാൻ അവളുടെ അടുത്തേക്ക് പോയത്. ചെയ്ത തെറ്റിനെല്ലാം മാപ്പ് പറഞ്ഞ് ഇനി നമ്മൾ തമ്മിൽ സൗഹൃദമായിരിക്കും എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ആ ജ്യൂസ് കൊടുത്തത്. ഈ ദയാനന്ദ മാഷിന്റെ മക്കൾക്ക് ഒരു പ്രത്യേകതയുണ്ട്. നമ്മൾ സെന്റി അടിച്ചാലേ അവർ താഴെ വീഴും. ഇനി എന്താണെങ്കിലും പ്രശ്നത്തിന്റെ പരിഹാരമായിട്ട് അവൾ ആ ജ്യൂസ് കുടിക്കും. അത് ഉള്ളിലേക്ക് ചെന്ന് കുറച്ചു നേരം കഴിയുമ്പോഴേ അവൾക്ക് പെയിനും ഉണ്ടാകും. അതേസമയം ആതിര ജ്യൂസ് കുടിക്കുകയും ആതിരയ്ക്ക് വയറുവേദന ആരംഭിച്ചും കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നിട്ട് എല്ലാവരും കൂടി അവളെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകും. എന്നിട്ട് നമ്മൾ കേൾക്കാൻ കൊതിച്ചിരുന്ന ആ വാർത്ത ഡോക്ടർ പറയുകയും ചെയ്യും. അത് കേട്ട് വിഷമത്തോടെ നിൽക്കുന്ന അർച്ചനയുടെ മുഖത്ത് നോക്കി എനിക്ക് പറയണം, നിന്റെ അനിയത്തിയുടെ ഗർഭം കലക്കിയത് ഞാനാണെന്ന്. നെല്ലിശ്ശേരിയിലെ മുഴുവൻ സ്വത്തുക്കളും അങ്ങനെ മറ്റൊരാളുടെ അടുത്തേക്ക് പോകേണ്ട കാര്യമൊന്നുമില്ല. മൂത്ത മരുമകൾ അവന്തികയുടെ കയ്യിൽ തന്നെ മതി എല്ലാ സ്വത്തും. പിന്നീട് കാണിക്കുന്നത് ആതിരയാണ്. ആതിര കുളിച്ചിറങ്ങി വരുമ്പോഴേക്കും മുറിയിലേക്ക് സന്ദീപ് വരികയാണ്. അതേസമയം ആ ജ്യൂസിന്റെ ഗ്ലാസ് അവിടെ കാലിയായി ഇരിപ്പുണ്ടായിരുന്നു. അല്ല, നീ ഓഫീസിൽ പോവുകയാണെന്നല്ലേ പറഞ്ഞത്, എന്നിട്ട് പോയില്ലേ എന്ന് ആതിര ചോദിക്കുമ്പോൾ സന്ദീപ് പറയുകയാണ്, അത് പിന്നെ ഓഫീസിലാകെ ബോറടി, അതാ ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത്. എന്നാ കുറച്ച് ദിവസം നിനക്ക് എൻ്റെ കൂടെ ഇവിടെ നിൽക്കാമോ എന്ന് ആതിര ചോദിക്കുമ്പോൾ അതിനെന്താണെന്ന് സന്ദീപും പറയുന്നു. എന്നോട് ഇവിടെ ആകെ സംസാരിക്കുന്നത് നീയും ചേച്ചിയും പിന്നെ സച്ചിയേട്ടനുമാണ്. സച്ചിയേട്ടനും നീയും ഓഫീസിൽ പോയാൽ പിന്നെ ഞാനും ചേച്ചിയും മാത്രമാകും. പറയുന്നതൊന്നും തന്നെ കേൾക്കാൻ ചേച്ചിക്ക് താല്പര്യമില്ല. ചേച്ചി എന്തെങ്കിലും പറഞ്ഞു തുടങ്ങിയാൽ പിന്നെ തീരുന്നത് ഇവിടുത്തെ അച്ഛൻ്റെ കാര്യം പറഞ്ഞായിരിക്കും. ഞാൻ കാരണമല്ലേ ഇതൊക്കെ സംഭവിച്ചത് എന്നോർത്ത് പിന്നെ എനിക്ക് മനപ്രയാസമാകും. അർച്ചനയുടെ കാര്യമോർത്ത് എനിക്കും നല്ല വിഷമമുണ്ട്. നമ്മൾ ആഗ്രഹിച്ച നല്ലൊരു ജീവിതം നമുക്ക് കിട്ടിയപ്പോൾ കാര്യങ്ങളെല്ലാം ഇങ്ങനെയായി, അത്ര തന്നെ. പെട്ടെന്ന് ആതിരയ്ക്ക് വയറുവേദന എടുക്കുകയാണ്. എന്താ, എന്തു പറ്റിയെന്ന് സന്ദീപ് ചോദിക്കുമ്പോൾ വയറുവേദന എടുക്കുന്നെന്ന് പറഞ്ഞ് ആതിര കരയാൻ ആരംഭിക്കുകയാണ്. തുടർന്ന് പേടിയോടെ സന്ദീപ് അർച്ചനയെ വിളിക്കുകയാണ്.
ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക നയൻസ് ക്രിയേഷൻസ്.